നടനായാൽ ഇങ്ങനെ വേണം. മോദിജി അല്ലാതെ ക്രാഫ്റ്റിനോട് ഇത്രയും ഡെഡിക്കേഷനുള്ള മറ്റൊരു നടനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അവസരത്തിനൊത്ത് രൂപഭാവങ്ങളിൽ വ്യത്യാസം വരുത്താനുള്ള മോദിയുടെ കഴിവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നതാണ്. കേദർനാഥിലെത്തുമ്പോൾ തലപ്പാവ് ധരിക്കുന്നു, ബംഗാളിലെത്തുമ്പോൾ താടി നീട്ടി വളർത്തുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 45 മണിക്കൂർ തപസ് വരെ ഇരുന്നു. വർഗീയതയും വിദ്വേഷവും മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളെ കളിയാക്കുന്ന തരത്തിലുള്ള ഇത്തരം ഫാൻസി ഡ്രസ് പരിപാടികളും മോദിക്കും കൂട്ടർക്കും വശമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ തമിഴ്നാട്ടിലെ പ്രധാനമന്ത്രിയുടെ നിറമാറ്റത്തെക്കുറിച്ചാണ്. 50 ഷെയ്ഡ്സ് ഓഫ് മോദിജി എന്ന പേരിലാണ് ചർച്ചകൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മോദിയുടെ ചർമ്മത്തിലെ നിറമാറ്റത്തിൽ വലിയ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഡൽഹിയിലെ മോദിയുടെ ചിത്രം ഒന്ന് പരിശോധിക്കാം. ഇനി തമിഴ്നാട്ടിൽ എത്തിയപ്പോഴുള്ള ചിത്രം. ഈ രണ്ട് ചിത്രങ്ങളിലെയും വ്യത്യാസങ്ങളും ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തരം താഴ്ന്ന വംശീയ വിഭജന രാഷ്ട്രീയവും പറയാതെ തന്നെ വ്യക്തമാണ്. ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിലെത്താനെടുത്ത മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ നിറമാറ്റം. ഈ മാറ്റത്തിന് മോദിജിയുടെ PR ടീമിന് നല്ലൊരു കയ്യടി തന്നെ നൽകേണ്ടതുണ്ട്. ആഹാ, എന്താ ഒരു ഒബ്സർവേഷൻ! പക്ഷേ എത്രയൊക്കെ പൊടിയിടാൻ ശ്രമിച്ചാലും BJPയുടെ വർഗീയ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. ദ്രാവിഡ വികാരം മുതലെടുക്കാനും തമിഴ് മക്കൾക്കിടയിൽ സ്വീകാര്യത നേടാനും വേണ്ടി പ്രധാനമന്ത്രി ബോധപൂർവം ഡാർക്ക് ടോൺ മേക്കപ്പ് ഉപയോഗിച്ചത് നോർത്തും സൗത്തും തമ്മിലുള്ള വംശീയ വിഭജനമല്ലാതെ മറ്റെന്താണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. തമിഴ് സ്വത്വം കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട് ശരിക്കും തമിഴ് ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രാദേശിക വികാരം വോട്ടാക്കി മാറ്റാനുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമല്ല, വംശീയ അധിക്ഷേപം കൂടിയാണ് മോദി നടത്തിയിരിക്കുന്നത്. മോദിയുടെ രാഷ്ട്രീയ നിറമാറ്റത്തിനൊപ്പം BJP നേതാവായ തരുൺ വിജയുടെ പ്രസ്താവനയും പലരും ഉയർത്തിക്കാട്ടി. 2017 BJP നേതാവായ തരുൺ വിജയ് ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം താമസിക്കുന്നതിനാൽ ഇന്ത്യക്കാർ വംശീയവാദികളല്ലെന്ന പ്രസ്താവനയുമായി എത്തിയിരുന്നു. നമ്മൾ വംശീയവാദികളാണെങ്കിൽ നമുക്കെന്തിനാണ് തെക്കൻ സംസ്ഥാനങ്ങൾ? നമ്മൾ എന്തിനാണ് അവരോടൊപ്പം താമസിക്കുന്നത്? നമുക്ക് ചുറ്റും കറുത്ത വർഗക്കാരുണ്ട് എന്നായിരുന്നു BJP നേതാവ് 2017 ഏപ്രിലിൽ നടത്തിയ പ്രസ്താവന. ആഫ്രിക്കൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വംശീയ ആരോപണങ്ങൾക്കെതിരെ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിജയുടെ പ്രതികരണം. സൗത്തിലെ ജനങ്ങളോടുള്ള BJPയുടെ മനോഭാവം പല തവണ വ്യക്തമായിട്ടുള്ളതാണ്. വനിതാ സംവരണത്തിന്റെ മറവിൽ ഭരണഘടനാ വിരുദ്ധമായി മണ്ഡല പുനർനിർണയം നടത്തി ലോക്സഭാ നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കം പൊളിഞ്ഞതിന് പിന്നാലെയാണ് വംശീയ വിഭജനവുമായി മോദിയും കൂട്ടരും എത്തിയിരിക്കുന്നത്. സ്ത്രീവിരുദ്ധതയും വർഗീയതയും മാത്രമല്ല, BJPയുടെ വംശീയ വിദ്വേഷവും കൂടിയാണ് തെളിയുന്നത്.